ഹായ്. രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ചു. ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തി ആൻഡ് ഇഷ്ടു. അതിന് ശേഷം പാത്രം കഴുകി നേരെ സ്കൂളിലേക്ക് പോയി. ഇന്ന് ശനിയാഴ്ചയാണ്, പക്ഷേ സ്കൂളുണ്ട്. കാരണം നമ്മൾ ശാസ്ത്രമേളയ്ക്കുള്ള കുട്ടികൾക്കുള്ള പ്രാക്ടീസ് കൊടുക്കുകയാണെന്ന് സ്കൂളിൽ നിന്ന്. പക്ഷേ നേരെ സ്കൂളിൽ പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ നഴ്സറിൻ്റെ ഫ്ലെക്സ് വാങ്ങാണ്ട്. അപ്പോൾ നേരെ ഫ്ലെക്സ് വാങ്ങാൻ ജീനിയസ്ക്ക് പോയി. അവിടുന്ന് ഫ്ലെക്സ് വാങ്ങിയിട്ടാണ് നേരെ സ്കൂളിൽ പോയത്. സ്കൂളിലെത്തിയപ്പോൾ നമ്മളെ ഷാന ടീച്ചർക്കും ജാസ്മിൻ ടീച്ചർക്കും ഫ്ലെക്സ് കാണണം. എന്നിട്ട് ഓരോ ഉദ്ഘാടനം ചെയ്ത് തുറന്നിട്ട് ഇടയ്ക്കുള്ള കുട്ടികളെ പോലെ രണ്ടാൾക്കാർക്ക് ഒരു അപ്പം തന്നെ കാണണം. പിന്നെ ഞാനും മുത്തുക്കാക്കും അത് ഗേറ്റ് മുന്നിൽ കെട്ടി. നമ്മളെ സ്കൂളിൽ വിരുന്നുകാരുണ്ട്. പുളിക്കപ്പുറം സ്കൂളത്തെ കുട്ടികൾ വരുന്നുണ്ട് നമ്മുടെ സ്കൂളിലേക്ക്. വിരുന്നുകാരെ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ബിസ്ക്കറ്റ് വാങ്ങാൻ പോയി. ആ ഗ്യാപ്പിൽ ഞാൻ പഴം വെള്ളം വാങ്ങി. ആ സമയത്ത് നമ്മളെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തു. അതിന് ശേഷം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണമായോ നോക്കി. അതിന് ശേഷം എല്ലാ കുട്ടികളും ഒപ്പം ഇരുത്തിയിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അപ്പോഴാണ് നേരത്തെ വാങ്ങിയ പഴത്തിൻ്റെ കാര്യം ഓർമ്മ വന്ന്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്തു, പഴം കഴിച്ചു. പഴം കഴിച്ചിട്ട് വിഷമം അറിയില്ല. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പിന്നെ പാത്രം മോറിയിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം എൻ്റെ അമ്മ വിളിക്കണു, ഞാനുണ്ട് കൂടെ പറഞ്ഞിട്ട്. എന്നിട്ട് അമ്മേനെ ടൗണിൽ നിൻ്റെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ യാത്ര സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് എത്തില്ല. നേരെ ഇവിടെ അവിൽ മിൽക്ക് കുടിക്കാൻ പോയി. എന്നിട്ട് അവിൽ മിൽക്ക് കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നേരെ ഡ്രസ്സ് മാറ്റിയിട്ട് കളിക്കാൻ പോയി. കാലിൽ ഇഞ്ചുറിക്ക് ശേഷം ഇപ്പോഴാണ് കുറേ കാലത്തിന് ശേഷം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കളി തുടങ്ങിയ ശേഷം കളി നിർത്താനേ തോന്നുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും കളിക്കാൻ പോകും. കളി കഴിഞ്ഞ് വീട്ടിൽ വരാൻ പറ്റുള്ള ആകാശങ്ങൾ നല്ല രസമാണ്. എന്നിട്ട് നേരെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തിയില്ല, കാരണം പുതിയ ടീംസിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തല്ല, ക്യാരം ബോർഡ് കളിക്കാൻ നല്ല രസമാണ്. കാരണം ഞാൻ ആദ്യം ഇത്ര ഫാനൊന്നും അറിഞ്ഞില്ല, പക്ഷേ ഇവർ കൂടെ കളിച്ചിട്ട് നല്ല രസമാണ്, ഫണ്ണാണ്. അച്ഛൻ്റെ ആൾക്കാരാണ്, പക്ഷേ ഓരോ കൂടെ കമ്പനി അടിക്കാൻ നല്ല രസമുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ഫൺ. പിന്നെ അത് കേട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന സമയത്ത് അമ്മ ഇഡ്ഡലി മാവ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അത് വാങ്ങി നേരെ പിന്നെയും വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി. അപ്പോൾ ശരി, ബൈ ബൈ.